പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി എഴുതിച്ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ്. 36 years of service. സുപ്രിയ സ്റ്റീൽ ഹൗസ്, പവിത്ര ഗോൾഡിന് സമീപം, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി. വണ്ടിപ്പെരിയാർ സത്രം കാനനപാതയിലൂടെയുള്ള ശരണമന്ത്രങ്ങൾ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ശനിയാഴ്ച രാവിലെ 7 മണി മുതൽ തന്നെ ഇതുവഴി അയ്യപ്പഭക്തരെ കടത്തിവിട്ട് തുടങ്ങും. മറ്റു ക്രമീകരണങ്ങൾ പൂർത്തിയായെങ്കിലും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തേണ്ട താൽക്കാലിക ശൗചാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഇനിയും നടത്തിയിട്ടില്ല. പരമ്പരാഗത കാനനപാതയായ സത്രം പാതയിൽ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന മറ്റൊരു തീർത്ഥാടനത്തിനു കൂടി നാളെ തുടക്കം കുറിക്കുകയാണ്. ഇതിനു മുന്നോടിയായി പോലീസ്, ദേവസ്വം, ഫോറസ്റ്റ് തുടങ്ങിയ വകുപ്പുകൾ സജ്ജമായി കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതലായ അയ്യപ്പഭക്തർ ഇതുവഴി കടന്നുവരും എന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ സ്വകാര്യ ആളുകൾ ഉൾപ്പെടെ തിരക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിവരുന്നത്. കൂടുതൽ അയ്യപ്പഭക്തർ എത്തുന്ന സാഹചര്യത്തിൽ ഇവർക്ക് വിരിവയ്ക്കുവാനുള്ള സൗകര്യം, കുളിക്കുവാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള സൗകര്യം, ദേവസ്വം ബോർഡിന്റെ വെർച്വൽ ക്യൂ, പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇതോടൊപ്പം ഫോറസ്റ്റിന്റെ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ, ഇതുകൂടാതെ ഇതുവഴി കടന്നുപോകുന്ന അയ്യപ്പഭക്തർക്ക് വെളിച്ചം, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നാളെ മുതൽ വൈകുന്നേരത്തിൽ സത്രത്തിലെത്തുന്ന അയ്യപ്പഭക്തർക്ക് അന്നദാനം നൽകി തുടങ്ങും. ദേവസ്വം ബോർഡിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ വർഷം നടത്തിയിരിക്കുന്നത് എന്ന് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ എൻ ശ്രീധർ ശർമ്മ പറഞ്ഞു. ഈ വർഷം വളരെ പ്രത്യേകത ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ ഈരുമേട്ടിൽ വെച്ച് അവലോകന യോഗം കൂടുകയും ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രത്യേക താൽപര്യാർത്ഥം ഉള്ള നടപടികളുടെ ഭാഗമായി ഉള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതും അപ്രകാരം ക്യാമ്പ് ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് ചുക്കുവെള്ള വിതരണം, അതുപോലെ അത്താഴ കഞ്ഞി തുടങ്ങിയവ വിതരണം ചെയ്യുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. ക്രമീകരണങ്ങളാണ് ഈ കാണുന്നത് നടന്നു വരുന്നത്. അതുപോലെ പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ലൈറ്റിംഗ് സംവിധാനങ്ങൾ, രാത്രികാലങ്ങളിൽ ഭക്തർക്ക് സഹായകരമായ നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഈ വർഷം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് ടോയ്ലറ്റ് 1-ാം തീയതിക്ക് മുമ്പ് ക്ലിയർ ചെയ്യുന്നവർ പറഞ്ഞിരുന്നതാണ്. തീർച്ചയായിട്ടും അത് അവരെ ഇപ്പോൾ ബന്ധപ്പെടുന്നുണ്ട്. ഇതേസമയം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്രമീകരിക്കേണ്ട പ്രാഥമിക കൃത്യങ്ങൾ നടത്താനുള്ള ശൗചാലയങ്ങൾ കാടുകയറിയും വാതിലുകൾ പൊളിഞ്ഞ നിലയിലുമാണ്. 1-ാം തീയതിക്ക് മുൻപ് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അവസാന ഘട്ടത്തിൽ പോലും ചെയ്തില്ല എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. കാനനപാതയിലൂടെയുള്ള തീർത്ഥാടനം തുടങ്ങാനിരിക്കെ ഇടുക്കി ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അയ്യപ്പഭക്തരാണ് പരമ്പരാഗത കാനനപാതയിലൂടെ ആദ്യം ദർശനം നടത്താൻ എത്തിയിരിക്കുന്നത്. ఆంధ్రప్రదేశ్ ఈస్ట్ గోదావరి సీతానగర మండలం ముగ్గల గ్రామం నుంచి మేము బయలుదేరిన స్వామి 47 డేస్కి ఇక్కడికి చేరుకున్నాం. ఇది మా మొదటి పాదయాత్ర. மல்லானூர்லேருந்து வந்துருக்கிறோம். இன்னைக்கு 15 டேஸ். இதே வழி தான் 6வது முறை நான் வந்துருக்கிறேன். சாமி நாங்கள் 5 பேர் நாங்கள். ஏதோ அவர் ദയാവല നല്ല പാദയാത്ര നടന്നു നിൽക്കുന്നത് മണികണ്ഠൻ ദയാവല. തുടർന്നും നാളെ രാവിലെ കാനനപാതയിലൂടെ സഞ്ചരിച്ച് സന്നിധാനത്തിൽ എത്തിച്ചേരാൻ അയ്യപ്പഭക്തർ സത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി എഴുതിച്ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ്. 36 years of service. സുപ്രിയ സ്റ്റീൽ ഹൗസ്, പവിത്ര ഗോൾഡിന് സമീപം, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി.